സച്ചിയും രേവതിയും കൂടി സംസാരിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ ഇത്രയും പെട്ടെന്ന് സുഖപ്പെടുമെന്ന് കരുതിയതല്ല. ഇനി ഇവരെ തനിച്ച് പുറത്തോട്ടൊന്നും വിടരുത്. 4 ദിവസം കഴിഞ്ഞ് ഇവരെ ഡോക്ടറെ കാണിക്കണം എന്നും പറയുന്നുണ്ട്. നഴ്സ് ബില്ല് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതിൽ 18,000 എന്ന് കണ്ട് സച്ചി ഞെട്ടുന്നുണ്ട്. ഇത്രയും പണം എൻ്റെ കയ്യിലില്ല എന്ന് ശ്രുതിയുടെ അമ്മ പറയുന്നു. പണം ഞങ്ങൾ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും പണമെടുക്കാനായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. മറഞ്ഞു നിൽക്കുന്നതായിരുന്ന ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാം. അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്നും പോവാം. ആ അമ്മ എന്തോ മറക്കുന്നുണ്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരുടെ സംസാരമേ ശരിയല്ല എന്ന് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയുന്നു. മകൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി എന്നും പറയുന്നുണ്ട്. എന്തോ കുഴപ്പമുണ്ട് എന്ന് രേവതി പറയുമ്പോൾ, എന്താ രേവതി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോയി കാശെടുത്ത് വന്ന് ബില്ലെല്ലാം കെട്ടാം. അവർ വീട്ടിലേക്ക് പോവുകയാണ്. ശ്രുതി ഇതെല്ലാം അറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അമ്മേ, വേഗം വാ, നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് ശ്രുതി അമ്മയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. കാശെടുത്ത് തിരികെ വന്ന സച്ചിയും രേവതിയും അമ്മയെ കാണാത്തതുകൊണ്ട് റിസപ്ഷനിൽ ചെന്ന് ആ റൂമിൽ കിടന്നിരുന്ന പേഷ്യൻ്റ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ റിലേഷനിലുള്ള ഒരു പെൺകുട്ടി ഒന്ന് ബില്ലടച്ച് അവരെ കൊണ്ടുപോയി എന്ന് പറയും. അത് കേൾക്കുന്ന രേവതി ഇതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് സച്ചിയോടും പറയുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ ശ്രുതി അമ്മയോട്, ഇനി മേലാൽ നിങ്ങൾ പുറത്തേക്ക് പോകരുത്, ഞാൻ നിങ്ങളെ എന്നും വന്ന് കണ്ടോളാം എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ തിരിച്ചെത്തുന്ന രേവതിയും സച്ചിയും ഉണ്ടായ സംഭവമെല്ലാം അച്ഛനോട് പറയാണ്. ഹോസ്പിറ്റലിൽ നിന്നും അവർ പറയാതെ പോയതിൽ അമ്മ അവരെ കളിയാക്കുന്നുമുണ്ട്. അച്ഛൻ യൂണിയൻ ഓഫീസിൽ നിന്നും കിട്ടിയ 1,00,000 രൂപ അമ്മയെ ഏൽപ്പിക്കുന്നുണ്ട്. ക്യാഷ് ആരും കട്ടുകൊണ്ട് പോകാതെ നോക്കണേ എന്ന് സച്ചി പറയും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനിറങ്ങിയ വർഷ ശ്രീകാന്തിനെ വിളിച്ച് പറയും, നമുക്ക് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം. നീ എന്നെ കുറേ കാലം അവോയ്ഡ് ചെയ്തല്ലേ, അതിനുള്ള പണിഷ്മെൻ്റാണിത്. ഞാൻ പറയാതെ ഫോൺ കട്ടാക്കരുത്. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ അവർ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നേരം വെളുപ്പിക്കുകയാണ്.